രാത്രി അമ്പൂട്ടൻ തീരെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ഫുള്ള് നിർബന്ധവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ വന്നു. അങ്ങനെ ഒരു ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അമ്പൂട്ടൻ ഓക്കെ ആയിട്ട് അങ്ങനെ തിരിച്ച് നിങ്ങളെ വീട്ടിലോട്ട് അമ്പൂട്ടന്റെ പനിയൊക്കെ മാറിയപ്പോൾ പതിയെ പതിയെ ആക്റ്റീവ് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു വൈകുന്നേരം നല്ലോണം ഒന്ന് മസാജ് ഒക്കെ തേച്ച് കുളിപ്പിച്ച് നല്ലോണം റെസ്റ്റ് എടുക്കും. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ജെന്റിൽ ആൻഡ് ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഹിമാലയ ബേബി കെയറിനെ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങളത് വീട്ടിലൊക്കെ വന്ന് അമ്പൂട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഈ ബാത്ത് ടബ് കാണുമ്പോൾ അപ്പ ചാടണം അതിൽ. അപ്പൊ അവന്റെ പനിയെല്ലാം പോയി ഭയങ്കര ആക്റ്റീവ് ആണ്, ഭയങ്കര സന്തോഷം. അല്ലെങ്കിലും വെള്ളത്തിൽ കളിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ആ വെള്ളം തെറിപ്പിച്ച് നമ്മുടെ എല്ലാവരെയും ദേഹത്തിടുമ്പോൾ ഒരു കള്ള ചിരി ഉണ്ട് കേട്ടോ. അത് കാണാനും ഭയങ്കര ക്യൂട്ട്. ഇനി അവ എന്നെയും കൂടെ കുളിപ്പിച്ചിട്ടേ കുളിച്ച് കയറുള്ളൂ. നമ്മുടെ ഹിമാലയ ബേബി സോപ്പ് 100% സേഫ് ആണ്, ജെന്റിലാണ്. ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും പോലെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എൻട്രി ചെയ്തേക്കുന്നു. കൂടാതെ ഇതിന് അടിപൊളി സ്മെല്ലും ആണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കുടിച്ച് ഞങ്ങൾ ഇനി ലോഷൻ തേക്കാൻ വേണ്ടി പോവാണ്. ഹിമാലയയുടെ ബേബി ലോഷനിൽ 5.5 pH ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ സ്കിന്നിനൊക്കെ പെർഫെക്റ്റ് ബാലൻസ് ആണ്. അങ്ങനെ ലോഷൻ തേച്ച് ഡ്രസ്സ് ഇടുന്ന ഒരു യുദ്ധവും കഴിഞ്ഞിട്ട് അമ്പൂട്ടൻ തേ നല്ല ഉറക്കമായിരുന്നു. ഇതൊന്നും അറിയാതെ ഫോണിൽ അങ്ങേറ്റ് സൗണ്ട് വെച്ചിട്ട് ഇവിടെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെയാണ് അമ്പൂട്ട എപ്പോൾ ഉറങ്ങിയാലും ഫോണിൽ സൗണ്ട് വെച്ച് അവനെ ഉണർത്തിയില്ലെങ്കിൽ ഏട്ടന് ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം അമ്പൂട്ട ഉണർന്നില്ല. മസാജും കുളിയും മരുന്നിന്റെ ക്ഷീണമൊക്കെ കൊണ്ട് അവൻ സന്തോഷമായിട്ട് കിടന്നു. അങ്ങനെ എന്റെ കുഞ്ഞിന്റെ കെയറിൽ ഞാൻ വിശ്വസിക്കുന്നത് ഹിമാലയ ബേബി കെയർ ആണ്. അപ്പൊ ബൈ.